ഹേ സിനിഫൈൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് സിനിമ വാർത്തകളുണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5 ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്ന് ആയിരുന്നു സിനിമയുടെ റിലീസ്. അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ ഒരു 3 എപ്പിസോഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് സീസണാണ്. അപ്പോൾ സ്ട്രേഞ്ചർ തിങ്സിൻ്റെ ഫാൻസ് എല്ലാവരും കമൻറ്റ് ചെയ്യുക. നമ്മുടെ കൊത്തയ്ക്ക് ശേഷം അടുത്തായിട്ട് ദുൽഖർ ചെയ്യുന്ന ചിത്രമല്ലോ അയാങ്കയും മലയാളത്തിൽ അടുത്തായിട്ട് വരാൻ വേണ്ട ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ്. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് നാളെ 28-ാം തീയതി 6 മണിക്ക് വൈകുന്നേരം വരുന്നതായിരിക്കും. അപ്പോൾ ദുൽഖറിൻ്റെ ഒരു കിടിലൻ പോസ്റ്റർ തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം. എന്തായാലും ഫസ്റ്റ് ലുക്കിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്ന് ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. നമ്മുടെ കളങ്കാവലിൻ്റെ നമ്മുടെ രഞ്ജിഷ വിജയൻ്റെ ഒരു ഫസ്റ്റ് ലുക്കാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ മമ്മൂട്ടിയുടെ ആദ്യത്തെ ഏര തന്നെയാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും പറഞ്ഞതുപോലെ കുറേ സ്ത്രീകളുണ്ട്, അതിലൊരാളാണ് രഞ്ജിഷ വിജയൻ. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഡിസംബർ 5-ാം തീയതി അറിയാം. അടുത്തൊരു തമിഴ് സിനിമയുടെ OTT റിലീസാണ്. സിനിമയുടെ പേര് ആൺ പാവം പൊല്ലാത്തത്. സിനിമ അങ്ങനെ നമ്മുടെ സിംപ്ലി സൗത്തിലൂടെയും ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയും നാളെ റിലീസ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ലോകേഷ് കനകരാജ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത ഡയറക്റ്റ് നമ്മുടെ സിനിമയിൽ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോകേഷ് കനകരാജിൻ്റെ 7ാമത്തെ ചിത്രമാണ്. അപ്പോൾ അത് ഖൈദി 2 ആണോ എന്ന് നമുക്ക് ഉറപ്പില്ല. എന്തായാലും അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഖൈദി 2 ആവട്ടെ, അല്ലെങ്കിൽ മേ ബി ഒരു പുതിയ ചിത്രമാവാം. ജയിലർ 2 പുതിയൊരു കാസ്റ്റ് അപ്ഡേറ്റ് ഉണ്ട്. നമ്മുടെ വിജയ് സേതുപതിയും കൂടെ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ തന്നെ ആയിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെയാണെങ്കിൽ എന്തായാലും കത്തിക്കും തിയേറ്റർ. അപ്പോൾ ഇപ്പോൾ തന്നെ കാസ്റ്റ് ഏറ്റവും വലുതാവാണ്. അപ്പോൾ സിനിമ എന്തായാലും നല്ലൊരു സ്റ്റോറിയും ഒക്കെ ആയിട്ട് നെൽസൻ്റെ ജയിലർ 2 അങ്ങനെ വൻ വിജയമാവട്ടെ. അടുത്തൊരു ഓസ്കാർ അപ്ഡേറ്റ് ആണ്. നമ്മുടെ മഹാവതാർ നരസിംഹ എന്ന സിനിമ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത ഒരു ആനിമേറ്റഡ് ചിത്രമാണല്ലോ. സിനിമ അങ്ങനെ ഓസ്കാർ കാറ്റഗറിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സിനിമയ്ക്ക് ഒരു ഓസ്കാർ ലഭിക്കട്ടെ. അടുത്ത നമ്മുടെ ദൃശ്യം 3നെ പറ്റിയാണ്. നമ്മുടെ ദൃശ്യം 3യുടെ റൈറ്റ്സൊക്കെ നമ്മുടെ പനോരമ സ്റ്റുഡിയോസിന് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ജിത്തു ജോസഫ് അപ്ഡേറ്റ് ചെയ്ത അനുസരിച്ച് നമ്മുടെ ദൃശ്യം 3 എന്തായാലും മലയാളം ഒറിജിനൽ വെർഷൻ മറ്റു ഭാഷകളിനേക്കാളും 2 മാസം മുന്നേ എന്തായാലും റിലീസ് ചെയ്യുന്നു നമുക്ക് ഉറപ്പാണ്. അതിന് യാതൊരുവിധ ഇനിയിപ്പോൾ കുറേ റൂമേഴ്സൊക്കെ വരുന്നുണ്ട് അതിന് ഒപ്പം ഇറക്കുള്ളൂ എന്ന്. അങ്ങനെ ഒരു വിട്ടുവീഴ്ചയില്ല. 2 മാസം മുന്നേ തന്നെ എന്തായാലും റിലീസ് ചെയ്യുള്ളൂ. അപ്പോൾ എന്തായാലും ദൃശ്യം 3ക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മുടെ OTT വാർത്തകളൊക്കെ. അപ്പോൾ ഇനി ഇതുപോലത്തെ OTT വാർത്തകളും റിവ്യൂസൊക്കെ അറിയാൻ വേണ്ടി ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.